എനിക്ക് എൻ്റെ വണ്ടി ഡിസ്ക് കയറ്റാൻ കൊണ്ട് വളരെ ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ട് അന്ന് അഫോർഡബിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്യുന്ന കാര്യം കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏതാ റേറ്റ് കുറയുന്ന സമയത്ത് അത് വാങ്ങുക ഒരെണ്ണം വാങ്ങുക ഇത് വാങ്ങുക അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം വന്നിട്ട് ഒരു മാസ്റ്റർ സിലിണ്ടർ, പിന്നെ കുറച്ച് സൈഡ് പാർട്സ് മാത്രമേ കുറവുള്ളൂ. ബാക്കി ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യം എൻ്റെ മുമ്പ് തന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഗ്ലാഡിയേറ്ററിൻ്റെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്ത 10,000 ആ റേഞ്ചിലാണ്. എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ റേറ്റ് ആയിരുന്നില്ല അന്ന് വാങ്ങുന്ന സമയത്ത്. എനിക്കന്ന് റേറ്റ് പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഏകദേശം കുറച്ച് പൈസയ്ക്ക് ഞാൻ ചെറിയൊരു പൾസറിൻ്റെ സെറ്റപ്പ് കിട്ടിയായിരുന്നു. അത് ഞാൻ എല്ലാം എടുത്തു വെച്ചെങ്കിലും എനിക്കത് ഫിറ്റ് ചെയ്യാനുള്ള താല്പര്യം തോന്നിയില്ല. പിന്നെ അത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലാഡിയേറ്ററിൻ്റെ ഫോർക്ക് എടുത്ത് ഗ്ലാഡിയേറ്ററിൻ്റെ സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെയാണ് ഈവൻ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ മാർക്കറ്റിലെ അവൈലബിലിറ്റി കൂട്ടിയത്. പിന്നെ അപ്പോൾ ഒത്തിരി റേറ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് കമ്മി. അപ്പോൾ ഈ ഇടയ്ക്കാണ് തന്നെ ഈ സാധനം വാങ്ങിയത്. ഇത് ഡിസ്ക് റോട്ടറൊക്കെ ഈ ഇടയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഡിസ്ക് സെറ്റപ്പിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് 4 ഹോൾ യമഹയുടെ ഒറിജിനൽ ഹബ്ബാണ് കേട്ടോ. നമ്മുടെ Z5 സ്പീഡ് അതേപോലെ തന്നെ കിങ്ങിനൊക്കെ വരുന്ന അതേ സാധനം. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ബിഗ് ഡിസ്ക് ആയതുകൊണ്ട് RTRൻ്റെ കാലിപ്പറാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് വഴി കിട്ടിയതാണ്, ഒരു ചെളുവിന് കിട്ടിയതാണ്. പിന്നെ നമ്മളത് ഗ്ലാഡിയേറ്ററിൻ്റെ OG ഫോർക്ക് എൻഡ്യൂറൻസിൻ്റെ ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു കാലിപ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അത് രണ്ടും റിപ്പയർ കണ്ടീഷനിലാണ് കേട്ടോ. രണ്ടും റിപ്പയർ, ഇത് വലിയ കുഴപ്പമില്ലാതാണ്, പക്ഷേ റിപ്പയർ ചെയ്യണം. ഇതും അതുപോലെ തന്നെയാണ്. പിന്നെ ഇത് സ്പീഡോമീറ്ററിൻ്റെ വോം കിറ്റാണ്, പ്രിക്കോളാണ്. പിന്നെ യമഹാൻ്റെ ആക്സിൽ ബോൾട്ട്, പിന്നെ അങ്ങനെ കുറേ ഐറ്റങ്ങൾ സൈഡ് പാർട്സ് ഉണ്ട് സ്പീഡോമീറ്ററിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ NSKയുടെ ഒറിജിനൽ ജപ്പാൻ ബെയറിംഗ് ആണ് കേട്ടോ. ഇത് NSKൻ്റെ ഒറിജിനൽ ജപ്പാൻ ബെയറിംഗ് ആണ് ഇത്. പിന്നെ നമ്മുടെ ഏകദേശം 300-280 സംതിങ് വരുന്ന ഡിസ്പ്ലേറ്റ്. പിന്നെ അതിനൊരു ഇതൊക്കെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഒരു കാലിപ്പർ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു മാസ്റ്റർ സിലിണ്ടർ മാത്രമാണ്. അത് ഞാൻ നിസിൻ്റെ R15 നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണ് ബഡ്ജറ്റ്, ഇത് ഒക്കെ കൂടെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അത് ചൂസ് ചെയ്യണത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഈ ഒരു കാലിപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റമ്പിൽ ഈ ഒരു കാലിപ്പർ ഇരുത്താൻ ഉള്ള സ്റ്റേ എന്തായാലും അടിക്കണം. ആ സ്റ്റേ അടിക്കാൻ വന്നിട്ട് പല ഡിസ്ക് കസ്റ്റം ചെയ്യുന്നവരും ആ ഒരു സാധനത്തിനും വേണ്ടി ഞാൻ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇത് സബ്മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുക ബ്രോ, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്കിതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. ജസ്റ്റ് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് DM ചെയ്താൽ മതി. എന്തായാലും സൂൺ ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ഒക്കെ വലിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.